ലോകമൊട്ടുക്കുള്ള മാർക്കറ്റിൽ നിന്ന് ഇന്ത്യൻ മാർക്കറ്റിന് വ്യത്യസ്തമാകുന്ന ചില ഘടകങ്ങളുണ്ട്. അതിലാണ് ചില നമ്പറുള്ള ഘടകം, ദാറ്റ് ഈസ് സബ് 4 മീറ്റർ എന്നുള്ള ഒരു ഘടകം. ഇന്ത്യൻ കാർ വിപണിയിൽ ഗവൺമെൻറ് ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു എക്സൈസ് ഡ്യൂട്ടി ആനുകൂല്യമാണ് സബ് 4 മീറ്റർ നീളമുള്ള കാറുകൾക്ക് ലഭിക്കുന്നത്. അതിൻ്റെ പേരിലാണ് ഇന്ത്യയിലേക്ക് മാത്രമായിട്ട് ചില മോഡലുകൾ ചില കമ്പനി കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിൽ ഏറ്റവും അധികം അത് റെവല്യൂഷനൈസ് ചെയ്തിട്ടുള്ളത് ഇക്കോസ്പോർട്ട് എന്ന് പറഞ്ഞ ഫോർഡിൻ്റെ മോഡലായിരുന്നു. ഇന്ന് ആ ഒരു സെഗ്മെൻറ്റ് അത് ക്യാരി ഓൺ ചെയ്യാൻ മറ്റുള്ള മാനുഫാക്ചർ വരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രാമുഖ്യമുള്ളൊരു മാനുഫാക്ചറുടെ പുതിയൊരു മോഡലാണ് ഇന്ന് കാർ ഓഫ് ഡിമാൻഡുള്ള പുതിയ മാരുതി വിറ്റാര ബ്രിറ്റ്സ. 2016 ഓട്ടോ എക്സ്പോയിലാണ് മാരുതി ബ്രിറ്റ്സനെ ഫസ്റ്റ് ഷോക്കേസ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിൽ വളരെയധികം പ്രോമിനൻസ് ഉള്ളൊരു ബ്രാൻഡാണ് മാരുതി എന്ന് പറയാം. എന്നാൽ മാരുതി ഇത്തവണ ഒരു പരീക്ഷണത്തിൽ നിൽക്കാതെ ഏറ്റവും അധികം അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ള രീതിയിലാണ് ബ്രിറ്റ്സ കൊണ്ടുവന്നിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രാമുഖ്യം കൊടുത്തിരിക്കുന്ന ഡിസൈൻ തന്നെയാണ്. വളരെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടും വളരെ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ആക്ച്വലി ഈ ഒരു കോമ്പാക്റ്റ് SUV വന്നിരിക്കുന്നത്. സാധാരണ ഒരു SUV ഒരു ഫീൽ ലഭിക്കുക എന്ന് പറയുന്നത് ഈ ഒരു സബ് 4 മീറ്ററിൽ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിൽ പലതും കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. എന്നാൽ ഇതിൽ മാരുതി മാക്സിമം കോംപ്രമൈസേഷൻ ഇല്ലാത്ത രീതിയിൽ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഡിസൈനാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതിൽ ആകെ കോംപ്രമൈസ് ചെയ്തിട്ടുള്ള ഓവർ ഹാങ്സിലാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു പ്രൊപ്പോർഷൻ ആക്ച്വലി ഒരു SUV തരത്തിലുള്ളൊരു ബോക്സി ആയിട്ടുള്ള പ്രൊപ്പോർഷൻ ബ്രിറ്റ്സയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതിൽ വളരെ ഒരു ഡിഫറെൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഡബിൾ ടോൺ കളർ സിസ്റ്റം, അത് വേറൊരു മോഡലും ഇന്ത്യയിൽ വന്നിട്ടില്ല. ആ ഒരു സിസ്റ്റവും കൂടി കൊണ്ടുവന്നിട്ട് ഒരു കുറച്ചുകൂടി അട്രാക്ഷൻ ആക്കാൻ ബ്രിറ്റ്സയ്ക്ക് സാധിച്ചിട്ടുണ്ട്. എക്സ്റ്റീരിയറിനെ കുറിച്ച് മെൻഷൻ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു, ഓവർഹാങ് കുറച്ച് വീൽ ബേസ് കിട്ടാൻ മാറ്റി ശ്രമിച്ചിട്ടുണ്ട്. അതിലേറ്റധികം അഡ്വാൻറ്റേജ് ലഭിച്ചിരിക്കുന്നത് ഇൻറ്റീരിയറിലാണ്. ഈ ഒരു സബ് 4 മീറ്റർ കാർ ആണെങ്കിലും വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഇൻറ്റീരിയറാണ് ബ്രിറ്റ്സയ്ക്ക് വന്നിരിക്കുന്നത്. അതിൽ നമുക്ക് അതിൻ്റെ പ്രാക്ടിക്കാലിറ്റിയാണ് ഏറ്റവും അധികം എനിക്ക് അട്രാക്ഷൻ തോന്നിയിരിക്കുന്നത്. പിന്നെ ഫ്രണ്ട് ആണെങ്കിലും റിയർ സീറ്റ് ആണെങ്കിലും എല്ലാം തന്നെ വളരെ കംഫർട്ടബിൾ ഇരിക്കാൻ പറ്റുന്നു. റിയർ സീറ്റിൽ 3 പേർക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. സീറ്റിൻ്റെ ഡിസൈനും അതിൻ്റെ ഒരു ബിൽഡും നല്ലൊരു കുഷനായിട്ട് എഫക്റ്റുള്ളൊരു സീറ്റാണ്. അതെല്ലാം തന്നെ ബ്രിറ്റ്സയ്ക്ക് ഇന്ത്യൻ കോൺടെക്സ്റ്റിൽ വളരെ അനുകൂലമായിട്ടുള്ള ഘടകങ്ങളാണ്. എന്നാൽ അതിൻ്റെ പുറമെ കുറേ കൂടെ ഫീച്ചർ ഓറിയൻറ്റഡ് ആയിട്ടാണ് ബ്രിറ്റ്സ വന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും അട്രാക്ഷൻ വന്നിട്ടുള്ള മാരുതിൻ്റെ തന്നെ നെക്സ റേഞ്ചിൽ വന്നിരുന്ന പുതിയ മോഡലുകളിൽ വന്ന കാർ ആപ്പ്, അതായത് ആപ്പിളിൻ്റെ കാർ പ്ലേ എന്ന് പറയുന്ന സിസ്റ്റം കൊണ്ടുവന്നിട്ട് അതും നാവിഗേഷനും പിന്നെ ടച്ച് സ്ക്രീനും നല്ലൊരു സൗണ്ട് സിസ്റ്റം എല്ലാം തന്നെ വാല്യൂ ഫോർ മണി ആയിട്ട് വരുന്ന ഘടകങ്ങളാണ്. ബ്രിറ്റ്സൻ്റെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുമ്പോൾ ഇതിൽ വന്നിരിക്കുന്ന 1.3 ലിറ്റർ ഡീസൽ എഞ്ചിൻ മാത്രമാണ്. പെട്രോളിൻ്റെ ഓപ്ഷൻ ഇപ്പം കൊണ്ടുവന്നിട്ടില്ല. 89 bhp പവറും അതുപോലെ 200 Nm ടോർക്കാണ് വന്നിരിക്കുന്നത്.
ഈ ഒരു സെഗ്മെൻറ്റിൽ ഏറ്റവും പവർഫുൾ എഞ്ചിനാണെന്നൊന്നും ക്ലെയിം ചെയ്യാൻ പറ്റില്ലെങ്കിലും ഇതിൻ്റെ ഒരു പവർ ടു വെയിറ്റ് റേഷ്യോ കൂടുതലാണെന്ന് വേണം മെൻഷൻ ചെയ്യാം. കാരണം ബോഡി വെയിറ്റ് പുതിയ പ്ലാറ്റ്ഫോമിൽ ബിൽഡ് ചെയ്തുകൊണ്ട് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇക്കോ സ്പോർട്ടോ അല്ലെങ്കിൽ TUVനെല്ലാം കമ്പയർ ചെയ്യാവുന്ന ഒരു പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് ആണ് ശരിക്കും ഈ ബ്രെഡ്സ് കാഴ്ചവെക്കുന്നത്. ഇതിൻ്റെ പുറമെ 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ്, അത് മാനുവൽ ഗിയർ ബോക്സ് ആണ് ഇപ്പം വരുന്നത്. വേറെ ഓട്ടോമാറ്റിക്കിനെ കുറിച്ചിട്ട് ഇപ്പോഴും കമ്പനി ഒന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് മാരുതി എടുത്ത് പറയുന്നത് ഇതിൻ്റെ ഫ്യൂൽ എഫിഷ്യൻസിയാണ്. 23 km/L ആണ് ഫ്യൂൽ എഫിഷ്യൻസി എക്സ്പെക്ട് ചെയ്യുന്നത്. നമ്മൾ ടെസ്റ്റ് ഡ്രൈവിൽ അത് ഏകദേശം ഒരു 18 to 20 നമുക്ക് മിക്സഡ് കണ്ടീഷനിൽ ലഭിച്ചിട്ടുണ്ട്. സോ അതൊരു പ്രാക്ടിക്കലി നമുക്ക് വരുമ്പോൾ ഒരു 20 അങ്ങനെ ലഭിക്കുന്നുണ്ടെങ്കിൽ കൂടി വളരെയധികം വാല്യൂ ഫോർ മണിയും നല്ലൊരു എഫിഷ്യൻസിയും നമുക്ക് റണ്ണിങ് കോസ്റ്റ് കുറഞ്ഞൊരു കാറായിട്ട് മാറുന്നുള്ള ബ്രെഡ്സിൻ്റെ വരുന്നത്. പിന്നെ മാരുതി നെക്സ റേഞ്ചിലെല്ലാം നോർമൽ മാരുതി സ്റ്റേബിൾ വരുന്നുണ്ട്. ആ ഒരു അഡ്വാൻറ്റേജും കൂടെ ഏത് ഡീലർഷിപ്പിലും ഏതൊരു നുക്കും കോർണറിലും ലഭിക്കും എന്നുള്ളതാണ് മറ്റൊരു അഡ്വാൻറ്റേജ്. ഇന്ത്യയിൽ മറ്റൊരു ഘടകമായിട്ട് വന്നിരിക്കുന്ന ബൂട്ട് സ്പേസ് ആണ്. നോർമലി തന്നെ നല്ലൊരു ബൂട്ട് സ്പേസ് ബ്രെഡ്സൊക്കെ ഉണ്ടെങ്കിലും നമുക്കത് കൂടുതൽ ലഭിക്കണമെങ്കിൽ റിയർ സീറ്റ് ഫോൾഡ് ചെയ്താൽ കൂടുതൽ നല്ലൊരു സ്പേസ് ലഭിക്കുന്നുണ്ട്. അതിന് നല്ലൊരു യുണീക്ക് ആയിട്ടുള്ളൊരു ഫോൾഡിംഗ് സിസ്റ്റമാണ് മാരുതി കൊണ്ടുവന്നിരിക്കുന്നത്. ഫസ്റ്റ് സീറ്റ് സ്പ്ലിറ്റ് ചെയ്യുമ്പം സീറ്റിൻ്റെ പൊസിഷൻ മടങ്ങി നിൽക്കുകയും അതുപോലെ തന്നെ സ്ലാൻഡ് ചെയ്യുന്ന പോർഷൻ മടക്കി വെച്ച് കഴിഞ്ഞാൽ പക്ക ഒരു ഫ്ലാറ്റ് ഫ്ലോറായിട്ടാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു യൂട്ടിലിറ്റി ഉള്ളൊരു ബൂട്ട് സ്പേസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. Have fun, drive safe. A car, dream for some, style statement for many. Always wear your seatbelts and have a safe journey. This is Dhruv signing off.